സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ചർച്ച നടത്തി കെ സുധാകരനും വി ഡി സതീശനും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും കർഷകരുടെയും തീരദേശ മേഖലയിലെ താമസക്കാരുടെയും പ്രശ്നങ്ങൾ നേതാക്കൾ നേരിട്ട് കേട്ടു. ഉച്ചയോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി യാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരും തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും കാർഷിക വിഷയങ്ങളും ജനകീയ ചർച്ചാ സദസ്സിൽ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശമ്പളം കുടിശ്ശിക ഘട്ടഘട്ടമായി തരും, നിങ്ങൾക്ക് ജോലി കാര്യങ്ങളിലോ എങ്ങനെയായാലും തരും. ഒരു നയ പൈസ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. ക്ഷേമനിധി ആനുകൂല്യങ്ങളോ പിന്നെ പെൻഷൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ആ പൈസയും കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഓരോ വിഷയങ്ങളും കോൺഗ്രസ് കൃത്യമായി പരിഗണിക്കുമെന്ന് കെ സുധാകരൻ എംപിയും വി ഡി സതീശനും ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ഉറപ്പു നൽകി. UDF സർക്കാർ വന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു, സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചെയ്തിരിക്കും എന്ന് ഞാൻ വാക്ക് പറയുന്നു. ആ വാക്ക് നിങ്ങൾക്ക് മരണം കിട്ടിയാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്, അതിൻ്റെതായ പരിമിതികളുണ്ട്. ഏറ്റവും നന്നായി നിങ്ങളുടെ ഈ കേസുകളെല്ലാം ഒന്ന് നമുക്ക് അറിയാമായിരുന്നുവെങ്കിലും കുറെ കാര്യങ്ങൾ കുറെ കൂടി നിങ്ങളുടെ നാവിൽ നിന്ന് നിങ്ങളുടെ വിഷമം കേട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യമുണ്ട്. ശാശ്വതമായ പരിഹാരങ്ങൾ കഴിഞ്ഞു. സമരാഗ്നി യാത്ര ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം അവസാനിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ജില്ലാ അതിർത്തിയിൽ വെച്ച് കണ്ണൂരിലേക്ക് യാത്രയെ സ്വീകരിക്കും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2 കേന്ദ്രങ്ങളിലാണ് പൊതുസമ്മേളനം. മട്ടന്നൂരിലും കണ്ണൂരിലും 10,000 യാത്രയെ സ്വീകരിക്കാനെത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ, കാസർഗോഡ്, കണ്ണൂർ.